ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തികച്ചും അനാവശ്യവും അപ്രസക്തവുമായിട്ടുള്ള ഒന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഇവരുടെ പിന്തുണ സ്വീകരിക്കുന്നു? സത്യം പറഞ്ഞാൽ CPM ഒരു ലൈഫ് കിട്ടിയത് അതിലാണ്. അവർ പലവിധ അഭ്യാസങ്ങളും ഇതിനിടയ്ക്ക് പയറ്റുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് അവിടെ ഹിന്ദു സ്ഥാനാർത്ഥി മത്സരിച്ചത്. അപ്പോൾ ഈ തീക്കൊള്ളി കൊണ്ടാണ് നമ്മുടെ സതീശൻ്റെ സംഘം ഇപ്പോൾ തലചൊറിയുന്നത്. സതീശൻ്റെ തലയിൽ മുടി കുറവായതുകൊണ്ട് തീ പിടിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആരെങ്കിലും ഷൗക്കത്തിന് വോട്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നില്ല. ഒറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരനും തല്ലി കൊന്നാലും വേറെ ഏത് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്താലും ആരും ഷൗക്കത്തിന് വോട്ട് ചെയ്യും. ഭരണമില്ലാതെ എത്ര ആൾ അവർ പുറത്ത് നിൽക്കും? അത് ശരിയാണ്. അത് മുസ്ലിം ലീഗ് ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് മത്ത് പിടിച്ച പാർട്ടിയാണ്. അവർ വെറും വിഡ്ഢികളൊന്നുമല്ലല്ലോ. ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ വെച്ചാൽ നല്ല ബുദ്ധിയുള്ള ആളുകളാണ്. ബുദ്ധിയില്ലാത്ത ആളുകളൊന്നും വൈദികരായിട്ട് അവർ പട്ടം കൊടുക്കില്ല. അതിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരാണ് മെത്രാന്മാരായിട്ട് വരിക. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയങ്ങൾ എത്രത്തോളം ആശാസ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളോ രാഷ്ട്രീയമോ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പകരം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജാതീയ സംഘടനകളുടെ പിന്തുണ ആർക്ക്, ഇത് ആരുടെ വിജയത്തിന് കാരണമാകും, ആരെയൊക്കെ തടഞ്ഞു നിർത്തും വിജയത്തിൽ നിന്നും, ഇത് നമ്മുടെ കേരളത്തിന് എത്രത്തോളം ആശാസ്യകരമാണ്, വരുന്ന തിരഞ്ഞെടുപ്പുകളെയും ഇത് സ്വാധീനിക്കുമോ പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സർ, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് എത്രത്തോളം ആശാസ്യമാണ്, അതോ ഇതൊക്കെ സ്വാഭാവികമാണോ? എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തികച്ചും അനാവശ്യവും അപ്രസക്തവുമായിട്ടുള്ള ഒന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് സാധിക്കുമായിരുന്നില്ല. അവിടെ ഒരു MLA അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം സ്ഥാനം രാജിവെക്കുകയും സംസ്ഥാനത്തൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. 2 മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിർത്തും. ഈ രാജിവെച്ച അല്ലെങ്കിൽ സ്ഥാനത്യാഗം ചെയ്ത MLA തന്നെ വീണ്ടും മത്സരിക്കും. പിന്നെ ചെറുകക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തു. ഇതൊക്കെ പതിവുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും വലിയ അത്ഭുതമില്ല. പക്ഷേ രാഷ്ട്രീയമായൊരു തെരഞ്ഞെടുപ്പല്ല അവിടെ നടക്കുന്നത്. അവിടെ രാഷ്ട്രീയമായിട്ട് UDFന് മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ്. സാധാരണഗതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതുമാണ്. അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും ഒരു അഭിമാന പ്രശ്നമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാറ് ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പൊക്കെ പോലെ ഇടതുപക്ഷം ജയിച്ച് കളയാം അല്ലെങ്കിൽ ജയിച്ചേ തീരൂ എന്നൊരു വാശിക്ക് രംഗത്തിറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. അവരൊരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, നല്ലൊരു മത്സരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും അവർ കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഇത് മലീമസമായി തീർന്നതിൻ്റെ പല കാരണങ്ങളിലും ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അൻവർ എന്ന് പറഞ്ഞ മുൻ MLA അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച സംഭവങ്ങൾ ആ ഒരു പ്രത്യേക സാമുദായിക രാഷ്ട്രീയ പരിപ്രേക്ഷ്യമുള്ള ഒന്നായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വച്ച വിഷയം എന്തായിരുന്നു? കേരള പോലീസിലെ സംഘവൽക്കരണം അല്ലെങ്കിൽ സംഘ്യവൽക്കരണം. RSSകാർ പോലീസ് ആസ്ഥാനത്ത് പിടിമുറുക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷങ്ങൾക്ക്, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുപ്പിക്കുന്നു. അവിടെ നടക്കുന്ന എല്ലാവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ സംഘപരിവാർ പിന്തുണയുള്ള പോലീസ് മുന്നിട്ടിറങ്ങുന്നു. ഇങ്ങനെ ഒരു സാമുദായിക പരിപ്രേക്ഷ്യം അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ച രാഷ്ട്രീയ സംഭവവികാസങ്ങളിലുണ്ട്. അതിനെ കണ്ടന്റ് ചെയ്യാനായിട്ട് LDFന് സഹായിക്കുന്നില്ല. MR അജിത് കുമാർ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അതിന് കൂട്ടാക്കുന്നില്ല. ഇയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ RSS മേധാവിയെ കാണുന്നു, സംസാരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നില്ല. അടുത്ത ഘട്ടത്തിൽ P. ശശിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു, പിണറായി വിജയനെതിരായിട്ട് ഉന്നയിക്കുന്നു. ഇവരൊക്കെ തന്നെ പോലീസിൻ്റെ RSS വൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് എന്നൊരു നറേറ്റീവ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ് മലപ്പുറം. അതെ, മുസ്ലിങ്ങൾക്ക് സാമാന്യം നല്ല ശതമാനം വോട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമല്ല. അപ്പോൾ മങ്കട പോലെ അല്ലെങ്കിൽ വേങ്ങര പോലെയോ മഞ്ചേരി പോലെയോ മലപ്പുറം പോലെയുള്ളൊരു മണ്ഡലമല്ല, ഏറനാട് പോലെയുമല്ല. അവിടെ ഹിന്ദു വോട്ടർമാരാണ് അല്പം കൂടുതൽ, തൊട്ടുപുറകിൽ മുസ്ലിം, തീരെ മോശമല്ലാത്ത ക്രിസ്ത്യൻ. ഇങ്ങനെ ഒരു ഡെമോഗ്രാഫിക് പാറ്റേൺ അവിടെ ഉള്ളത്. ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ. അതുകൊണ്ടുകൂടിയാണ് ആര്യാടൻ മുഹമ്മദ് കാലാകാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ
CPM പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു നറേറ്റീവ് മലബാറിൽ പൊതുവെയും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. അത് കേരള പോലീസിലെ സംഘവൽക്കരണത്തിനെതിരായിട്ടുള്ള ഒരു കുരിശുയുദ്ധ പോരാട്ടമാണ് അൻവർ നടത്തുന്നത്. പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് VS ജോയിയെ നിർദ്ദേശിക്കും. ജോയിക്ക് സീറ്റ് കൊടുക്കാതെ ആര്യൻ ഷൗക്കത്തിന് സീറ്റ് കൊടുക്കുക. ഷൗക്കത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അൻവർ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ അപ്രസക്തമായി. ഞാൻ പറഞ്ഞ സായിരം ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ പോലും ആ വിഷയങ്ങൾ തൽക്കാലത്തേക്ക് അപ്രസക്തമായി. ഒരു ഭാഗത്ത് സ്വരാജ്, ഒരു ഭാഗത്ത് ഷൗക്കത്ത്, പിന്നെ അൻവർ. ഷൗക്കത്താണെങ്കിൽ വലിയ മതനിരപേക്ഷ പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യയുടെ മുഹമ്മദും അതുപോലുള്ള ആളായിരുന്നു. പിന്നെ ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. ലീഗിനോട് തന്നെ ഈർഷ്യയും അസഹിഷ്ണുതയും ഉള്ള ആളാണ്. പോപ്പുലർ ഫ്രണ്ടിനും ജമാഅത്ത് ഇസ്ലാമിക്കും വളരെ ശക്തമായ എതിർ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മതേതര മതനിരപേക്ഷ പ്രതിച്ഛായ ഉള്ളതാണ് ആര്യ ഷൗക്കത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വിഷയമാകാനേ പാടില്ലാത്തത്. അങ്ങനെ ഒരിക്കലൊരു സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നും ഉണ്ടായി വന്ന ഉപതെരഞ്ഞെടുപ്പ് പെട്ടെന്ന് മതനിരപേക്ഷമായി മാറുന്നു. മതനിരപേക്ഷതയിൽ ഊന്നിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് രണ്ടു കൂട്ടരും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു. പിന്നെ സാംസ്കാരിക നായകരും മറ്റുമൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുന്നു. അവർ നിലമ്പൂർ വന്ന് പ്രസംഗിക്കുന്നു. അങ്ങനെ ഒരു സാധാരണ തെരഞ്ഞെടുപ്പായിട്ട് അതിങ്ങനെ കൊട്ടിക്കയറുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സാമുദായികമായ ചേരിവ് പിന്നീടുന്നത്. അതായത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ രാഷ്ട്രവാദികളുടെ ഒരു സംഘടന, അവരുടെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു ചെറിയ പാർട്ടി. ആ പാർട്ടിക്ക് കേരളത്തിൽ തന്നെ എല്ലാം കൂടി കൂട്ടിയാൽ വളരെ കുറച്ച് വോട്ടർമാരുള്ളൂ. നിലമ്പൂരിലും വളരെ നെഗ്ലിജിബിളാണ് അവരുടെ പ്രസൻസ്. അവരുടെ സാന്നിധ്യം തന്നെ വളരെ മാർജിനിലാണ്. അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ വോട്ട് ബേസൊന്നുമില്ല. നിലമ്പൂരിലെ മുസ്ലിങ്ങൾ അധികവും കോൺഗ്രസ്സുകാരാണ്, ബാക്കി ലീഗുകാരാണ്. ലീഗുകാർക്ക് ആര്യൻ ഷൗക്കത്തിനോട് ചെറിയ പിണക്കമുണ്ട്, അതൊക്കെ മാറിയെന്ന് പറയപ്പെടുന്നു. അതിനേക്കാളും കുറവാണ് SDPI, തീവ്രവാദ ചിന്താഗതിക്കാരായ ആളുകൾ, വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പാർട്ടി. അവരുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അതെ, അതിലും കുറവാണ് PDP, അതിലും കുറവാണ് വെൽഫെയർ പാർട്ടി. അപ്പോൾ ഈ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള ഒരു പാർട്ടി, അവർക്ക് ഒരു വിധത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ UDFന് പിന്തുണ പ്രഖ്യാപിക്കും. സത്യത്തിൽ അത് അപ്രസക്തമാണ്. ആര്യാടൻ ഷൗക്കത്തിന് പറയും, എനിക്ക് ഇവരുടെ വോട്ട് വേണ്ട, ഞാൻ ഇവർക്കെതിരായ നിലപാട് സ്വീകരിച്ചാണ് ഇതുവരെയൊക്കെ എത്തിയത്, ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ ജയിപ്പിച്ചാൽ മതി എന്നൊരു നിലപാട് അദ്ദേഹത്തിന് എടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എടുക്കാം, സതീശനെടുക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവരെ ന്യായീകരിക്കുന്ന, അവരെ വെളുപ്പിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടിലേക്ക് UDF നേരത്തെ പോകുന്നു. അപ്പോൾ അതിന് വേറെയും ചില ഉപകഥകളുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഇവരുടെ പിന്തുണ സ്വീകരിക്കുന്നു? സത്യം പറഞ്ഞാൽ CPMന് ഒരു ലൈഫ് കിട്ടിയത് അതിലാണ്. അവർ പലവിധ അഭ്യാസങ്ങളും ഇതിനിടയ്ക്ക് പയറ്റുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് അവിടെ ഹിന്ദു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. നേരത്തെ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചിരുന്നു, അതിനു മുമ്പ് ദേവദാസ് പൊറ്റക്കാട് മത്സരിച്ചിരുന്നു, എന്നൊക്കെ ശരിയാണ്. MP ഗംഗാറിന് ശേഷം C ഹരിദാസ് കുറച്ച് ആൾ ഏതാനും ദിവസം MLA ആയിരുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ജയസാധ്യതയുള്ള ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരുന്നത്, അതൊരു നായർ സ്ഥാനാർത്ഥി വരുന്നത് എന്ന പ്രചാരണം ഈ നായർ കേന്ദ്രങ്ങളിലൊക്കെ ഇവർ ഇളക്കി വിട്ടിട്ടുണ്ട്. ഈഴവ സമുദായക്കാർ ഉള്ള പ്രദേശമാണ്, നായരെക്കാൾ ഈഴവരാണ് കൂടുതൽ. അവരോട് പറയുന്ന ഒരു ഹിന്ദു സ്ഥാനാർത്ഥി, ഹിന്ദു MLA നമുക്ക് ഉണ്ടാകട്ടെ, ഇത് ഏത് കാലവും മറ്റേ വിഭാഗക്കാരുടെ കയ്യിൽ വെച്ചാൽ ശരിയല്ലല്ലോ എന്നൊരു നറേറ്റീവ് അവിടെയും പയറ്റുന്നുണ്ട്. ഇതൊക്കെ സാധാരണ എല്ലാ പാർട്ടിക്കാരും പയറ്റുന്നതാണ്, ഇടതുപക്ഷക്കാരും അതിന് അപവാദമൊന്നുമല്ല. സാംസ്കാരിക നായരൊക്കെ അവിടെ പോയി പ്രസംഗിച്ച് വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞ് പോരുമ്പോഴും ഈ രീതിയിലുള്ള ഒരു വോട്ടുപിടുത്തം അവിടെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ VV പ്രകാശ് മത്സരിച്ചപ്പോൾ ഷൗക്കത്താണ് വേല വെച്ചത്, കാലുവാരിയത്, അല്ലെങ്കിൽ പ്രകാശ് MLA ആയിരുന്നു, ഇവിടെ ഒരു നായർ MLA ഉണ്ടാകുമായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചില പൊടിക്കൈകളൊക്കെ ഇവർ വീശുന്നുണ്ട്. പക്ഷേ അതിന് പെട്ടെന്നൊരു ഊർജ്ജം കിട്ടിയത് എങ്ങനെയാണ്? ഈ മതമൗലികവാദികൾ, മത തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ മത രാഷ്ട്രവാദത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടന. അവരെ 2 തവണ ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചാണ്. ആദ്യം 1975 ഇന്ദിരാഗാന്ധി നിരോധിച്ചു, പിന്നീട് 91 നരസിംഹറാവു നിരോധിച്ചു. നിരോധിക്കുന്നതിന് കാരണങ്ങളുണ്ട്. ഇവരുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു CB, അതിനെ അന്ന് നിരോധിച്ചിട്ട് ഇന്നുവരെ പിന്നെ പൊങ്ങിയിട്ടില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കിയ സംഘടനയാണ്. ഇവരുടെ ഇപ്പോഴത്തെ വിദ്യാർത്ഥി സംഘടനയാണ് SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അവരാണ് ഈ കഴിഞ്ഞ ദിവസം ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു ജാഥ നടത്തിയത്. എത്രയോ ജാഥകൾ എവിടെയൊക്കെ നടത്തിയില്ലേ, മുസ്ലിം ലീഗുകാർ എത്രയോ ഗംഭീരമായ പ്രകടനവും പൊതുസമ്മേളനമൊക്കെ നടത്തിയതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു
കാഴ്ച നമ്മൾ കണ്ടത് ഈ വിമാനത്താവളത്തിലേക്ക് നടത്തിയ യാത്രയിൽ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളായിട്ടുള്ള ചില നേതാക്കന്മാരുടെ പാഠം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ നടത്തിയത്. ഒന്ന് ഹസനുൽ ബന്ന, ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ സ്ഥാപകനായിരുന്നു. ഇഖ്വാൻ അൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ് ഈജിപ്തിലെ. പിന്നെ സയ്യിദ് കുത്തുബ്, ഇവരുടെ ഒരു സൈദ്ധാന്തിക ആചാര്യനാണ്. പിന്നെ ഇവരുടെ തന്നെ തലതൊട്ടപ്പനായിരുന്ന മൗലാന മൗദൂദി. പിന്നെ ഈ സമീപകാലത്ത് ഇസ്രായേലിൻ്റെ വെടിയേറ്റ് പരലോകപ്രാപ്തരായ ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. അത് അഖിലേന്ത്യാ തലത്തിലല്ല, അഖില ലോകാടിസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഈ തീവ്രവാദികളുടെ പടം പൊക്കി പിടിച്ചുകൊണ്ട് സമരം നടത്താൻ അല്ലെങ്കിൽ പ്രകടനം നടത്താൻ ലോകത്ത് തന്നെ അത്യപൂർവം ആളുകളെ ഇപ്പോൾ ബാക്കിയുള്ളൂ. അതിൽപ്പെട്ടവരാണ് SIO-കാർ. അതെ, SIO-യുടെ ഒരു ക്യാമ്പ് മലപ്പുറത്ത് നടത്തിയപ്പോൾ അവരതിനടിച്ച പോസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്മായിൽ ഹനിയയും യഹിയ സിൻവാറുമുള്ള സുബർക്കം സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരുടെ സംഘടന. എങ്ങനെയുണ്ട്? അപ്പോൾ അവരുടെ രാഷ്ട്രീയ ആദർശം എന്താണ്, അവരുടെ സിദ്ധാന്തം എന്താണെന്നുള്ളതിന് വേറെ വിശദീകരണം നൽകണമല്ലോ. CPM-കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാണിത്. ഈ സ്വരാജ് ആ സമയത്ത് ഭാഗ്യക്കുറി എടുത്തിരുന്നെങ്കിൽ പുള്ളിക്ക് 1ാം സമ്മാനം കിട്ടുമായിരുന്നു. കാരണം ഇതുപോലൊരു സംഘടന, ആ സംഘടനയെ എക്കാലം എതിർത്തുകൊണ്ടിരിക്കുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും പാർട്ടിക്ക് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ കൊടുക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആരെങ്കിലും ഷൗക്കത്തിന് വോട്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നില്ല. ഒറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരനും തല്ലി കൊന്നാലും വേറെ ഏത് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്താലും ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല. പിന്നെ ഇവരുടെ പിന്തുണയ്ക്ക് എന്ത് പ്രസക്തിയുണ്ട്? ഇവരെന്തിനാണ് പിന്തുണയ്ക്കുന്നത്? അതെ, ഇപ്പോൾ മറ്റവർ ചോദിക്കും PDP-യുടെ പിന്തുണയില്ലേ സ്വരാജ് എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് വളരെ നെഗ്ലിജിബിളാണ്. PDP എന്നൊക്കെ പറഞ്ഞൊരു സ്പെൻഡ് ഫോഴ്സാണ്. അതിനിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. പിന്നെ മദനി തന്നെ വളരെ കാലം ജയിൽവാസം അനുഭവിച്ചു. ഇപ്പോഴും ഏതാണ്ട് വീട്ടു നടക്കൽ പോലെ വളരെ ദയനീയമായ അവസ്ഥയിൽ കഴിയുകയാണ്. അപ്പോൾ ആ സാധനത്തോട് പഴയ പോലെയുള്ള വെറുപ്പോ വിദ്വേഷമൊന്നും ആളുകൾക്കില്ല, സാധാരണക്കാർക്കില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹമാസുകാരുടെ പടം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ ഏതാണ്ട് 10% ക്രിസ്ത്യാനികളുണ്ട്. ശരിയാണ്. ഒട്ടും കുറവല്ലാത്ത രീതിയിൽ ഹിന്ദുക്കളുണ്ട്. ഇവരൊക്കെ ഏത് രീതിയിലേക്ക് പ്രതികരിക്കുക? അവരുടെ വോട്ട് ഏത് പാർട്ടിക്കായിരിക്കും പോവുക? അവരെങ്ങനെ വോട്ട് ചെയ്യും ആര്യാടൻ ഷൗക്കത്തിന്? ഇനിയിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് UDF മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. ഇത് മത്സരം നടക്കുന്ന നിലമ്പൂരാണെങ്കിലും ഇത് കേരളത്തിലെ എല്ലാ ആളുകളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ശരിയാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും സ്വരാജ് ജയിച്ചാലും ഇനി അൻവർ തന്നെ എന്തെങ്കിലും പൊട്ടഭാഗ്യത്തിന് ജയിച്ചാലും 3-ൽ ആര് ജയിച്ചാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പിണറായി വിജയൻ്റെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ പോകുന്നില്ല. VD സതീശൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ഒരു വെല്ലുവിളി ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇത് കേരള രാഷ്ട്രീയത്തിൽ അവശേഷിപ്പിക്കുന്ന ഒരു ബാക്കി പത്രം എന്തായിരിക്കും, അതിൻ്റെ നീക്കിയിരിപ്പ് എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ ഈ അനാവശ്യമായ സാമുദായിക ധ്രുവീകരണം ഇപ്പം തന്നെ ഉണ്ട്. അത് കൂടുതൽ രൂക്ഷമാക്കും. കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ, ഇവർ ഇതിനെ ഏത് രീതിയിലായിരിക്കും വീക്ഷിക്കുക? അവരുടെ നിലപാടെന്തായിരിക്കും? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചോട്ടെ തോറ്റോട്ടെ, അവരുടെ പിന്തുണ സ്വീകരിക്കുന്ന കോൺഗ്രസിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഇവരുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിയാണ്. ഇപ്പോൾ തന്നെ ഈ ക്രിസ്ത്യാനികളാണല്ലോ ഏത് കാലത്തും കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബാങ്ക്, വോട്ട് ബേസ് എന്ന് പറയുന്നത്. തിരുവിതാംകൂർ ഭാഗത്താണെങ്കിലും കുടിയേറ്റ മേഖലകളിലാണെങ്കിലും അവർ ആന്തരികമായിട്ട് അകന്നു എന്നത് ഇക്കഴിഞ്ഞതല്ല, ഈ 2020-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, തൃശ്ശൂർ ജില്ല, ഇതൊക്കെ പോയില്ലേ? എങ്ങനെ പോയത്? അതിൻ്റെ കാരണം ഇതാണ്. ക്രിസ്ത്യൻ വോട്ടർമാരിൽ ഒരു വിഭാഗമെങ്കിലും കോൺഗ്രസിനോടും UDF-നോടും സലാം പറഞ്ഞു പോയി. ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയപ്പെട്ടിരുന്ന കേരള കോൺഗ്രസിലെ ജോസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയി. അതെ, ജോസ് കെ മാണി തൻ്റെ ഇഷ്ടപ്രകാരം പോയതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തെ വൈദികരും മെത്രാന്മാരും നിർബന്ധിച്ച് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, ജോമോനെ നീ ഇടതുപക്ഷത്തേക്ക് പോ എന്ന് പറഞ്ഞ് വിട്ടതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ വേറെ കാരണങ്ങളുണ്ട്, വേറെ സാഹചര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ അങ്ങനെ പോയപ്പോൾ ജോമോൻ പോയതുകൊണ്ടല്ല, ക്രിസ്ത്യാനികൾ അതിനു മുമ്പ് തന്നെ കോൺഗ്രസിനോട് സലാം പറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിലാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയമായ നീക്കി ബാക്കി ശേഷപത്രം എന്ന് പറയുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോട് കാണുക. വെൽഫെയർ പാർട്ടിയെ UDF-ൻ്റെ അസോസിയേറ്റ് മെമ്പർ മറ്റു ആക്കാൻ ആലോചനയുണ്ടെന്ന് പറയുന്നു. അവർക്ക് കൂടി താല്പര്യമുള്ള ആളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിട്ട് നിർത്തി ജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കും. അങ്ങനെ വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രതിനിധി വരാൻ പോകുന്ന 2026-ലെ നിയമസഭയിൽ ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല.
ഇത് എങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണോ വി ഡി സതീശൻ, അല്ലെങ്കിൽ കോൺഗ്രസ് ലീഡർഷിപ്പ്? സണ്ണി ജോസഫ് അദ്ദേഹം കുടിയേറ്റ മേഖലയിൽ നിന്ന് വരുന്ന ആളല്ലേ. അതെ. ഈ സണ്ണി ജോസഫ് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ പുള്ളി പറയും. സണ്ണി ജോസഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ അവിടെയുള്ള മൊത്തം ജമാഅത്തെ ഇസ്ലാമിക്കാരും അവിടെയുള്ള മുഴുവൻ ഈ പോപ്പുലർ ഫ്രണ്ടുകാരും ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത്? ആർക്ക് വേണ്ടിയാണ് വോട്ട് പിടിച്ചത്? ഞാൻ ഉറപ്പിച്ച് പറയാം, അവിടെ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് വോട്ട് പിടിച്ചത്. കാരണം കുടിയേറ്റ മേഖലയിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി ജയിച്ച് വരരുത് എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ആൾ തന്നെയായിരുന്നു. സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞാണ് അയാളുടെ പേര്. അയാൾ ആവശ്യപ്പെടാതെ തന്നെ അയാളുടെ പുറകെ നടന്ന് ഇവർ വോട്ട് ചെയ്തു. ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളതേ. അത് പരിപൂർണമായിട്ടും മതാന്ധതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്. സണ്ണി ജോസഫ് അതിൻ്റെ ഒന്നാം തരം ജീവിക്കുന്ന ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ജയം, അദ്ദേഹം ജയിച്ചു, അത് വേറെ കാര്യം. ഇത് തന്നെയാണ് ഈ നിലമ്പൂരിനോട് അടുത്ത് കിടക്കുന്ന കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള തിരുവമ്പാടി മണ്ഡലത്തിലുണ്ടായത്. അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു UDF വേണ്ടി മത്സരിച്ചത്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്, DYFIക്കാരനാണ്. അദ്ദേഹം ഇതിന് ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോലും ചെയ്തു. അത്രയും മതനിരപേക്ഷനാണ്. പക്ഷേ അവിടെ സംഭവിച്ചതാണ്, ഈ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ലീഗുകാരന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ മുന്നണിയല്ല അവർക്ക് പ്രശ്നം, അവർക്ക് മതമാണ് പ്രധാനം. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ട് UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ലിയോയുടെയും എൻ്റെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഈ പിണറായി വിജയൻ്റെ മൂന്നാം സർക്കാർ വരരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെ. കാരണം അവരുടെ ദുർഭരണം, അവരുടെ ഏകാധിപത്യം, മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്ത്, ഇതിനൊക്കെ എനിക്ക് വലിയ എതിർപ്പുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകൾക്ക് ഉള്ളുകൊണ്ട് എതിർപ്പുണ്ട്. പക്ഷേ കേരളത്തെ കാത്തിരിക്കുന്നത് മത തീവ്രവാദികളുടെ ഭരണമാണോ, കൈവെട്ടുകാർ, കാലുവെട്ടുകാർ, കഴുത്തുവെട്ടുകാരാണോ കേരളത്തെ കൊണ്ടുനടക്കേണ്ടത് എന്ന കാര്യം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല, കോൺഗ്രസ് ലീഡർഷിപ്പ് ആലോചിക്കും. അതാണ് മനസ്സിലാവാത്തത്. കോൺഗ്രസ് ഇത്രയും ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ഇതൊരു സംശയം വരും. സാധാരണക്കാർ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് ഈ ഒരു വയ്യാവേലി എടുത്ത് തലയിൽ വയ്ക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അതെ, അതൊരു വലിയ ചോദ്യമാണ്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. കാരണം ഈ വിധ്വംസക ശക്തികൾ, തീവ്രവാദികൾ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികൾ ഒരു പരിധിക്കപ്പുറം വളർന്നു വന്നാൽ അത് ആർക്കായിരിക്കും ആദ്യം ദോഷം ചെയ്യുക? കോൺഗ്രസിനേക്കാൾ മുമ്പ് ദോഷം ചെയ്യുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. കാരണം മുസ്ലിം ലീഗാണല്ലോ മലബാർ ഭാഗത്ത് പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി മലപ്പുറം ജില്ലയിൽ. അതെ. അപ്പോൾ മലപ്പുറം ജില്ലയിൽ പോലും ഇവർക്കൊരു ചവിട്ടുപടി കൊടുത്താൽ, അവർക്കൊരു നിൽക്കാൻ സ്ഥലം കൊടുത്താൽ എന്ത് സംഭവിക്കും അടുത്ത ഘട്ടത്തിൽ എന്ന് ആലോചിച്ചാൽ മതി. പണ്ട് ഈ കോണിക്ക് മതപരമായ ഒരു പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. ഇത് സമുദായത്തിൻ്റെ ചിഹ്നമാണ്, മുസ്ലിമിൻ്റെ ചിഹ്നമാണെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഈ വയസ്സായ സ്ത്രീകളൊക്കെ വോട്ട് ചെയ്തത് കോണിക്ക് മാത്രമേ ചെയ്യൂ. നമ്മുടെ പാർട്ടി, നമ്മുടെ ചിഹ്നം കോണി. ഇപ്പം അത് പോയി. ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ ലീഗിൽ നിന്ന് ക്രമേണ അകലുകയാണ്. അവർ പോകുന്നത് ഇതുപോലെയുള്ള സംഘടനകളിലേക്കാണ്, അല്ലെങ്കിൽ CPMലേക്കാണ്, അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്കാണ്. അപ്പോൾ അങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് ലീഗിൻ്റെ സ്വാധീനം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അതെ അതെ, വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അത് ലീഗുകാർ സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതും സംഭവിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ലീഗിനകത്ത് തന്നെയുള്ള നേതാക്കന്മാർ, അവിടെയും ഇത് ഒറ്റ ഏകശിലാനിർമ്മിതമായിട്ടുള്ളൊരു പാർട്ടിയല്ല. അതിൻ്റെ അത് പല അഭിപ്രായക്കാരുണ്ട്. ഈ തീവ്രവാദികളോടൊക്കെ കുറച്ച് മൃദു സമീപനം പുലർത്തണം, അവരുമായിട്ട് പരമാവധി സഹകരിച്ചു പോകണം എന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അല്ല, അവർ ഒരു വിധത്തിൽ അടുപ്പിക്കാൻ പാടില്ല, അവർ നമ്മുടെ എന്താണ് പുരത്തറ മാന്തും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഡോക്ടർ MK മുനീർ. MK മുനീർ ഈ വക തീവ്രവാദിനെയൊക്കെ ശക്തമായി എതിർക്കുന്ന ആളാണ്. കൈവെട്ട്, കാലുവെട്ട്, കഴുത്തുവെട്ടിനൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതേ സമയത്ത് നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്ന ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. എങ്ങനെ പോയാലും ജയിക്കണം, അദ്ദേഹത്തിന് മന്ത്രിയാകണം, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ വാങ്ങിക്കണം, അതിൽ നിന്നുണ്ടാക്കാവുന്ന മറ്റ് സൗകര്യങ്ങളൊക്കെ നേടണം എന്നുള്ളതല്ലാതെ പുള്ളിക്ക് സ്ഥായിയായിട്ട് തീവ്രവാദത്തോടെ എതിർപ്പോ സ്ഥിരമായിട്ട് ആനുകൂല്യമോ ഇല്ല. നേരെ ഇതുമല്ലാത്ത ചില ആളുകളുണ്ട്, ഇവരുമായിട്ട് യോജിച്ച് പോകണം എന്ന താല്പര്യക്കാരുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. 2006 മുസ്ലിം ലീഗിന് സംസ്ഥാനത്ത് വലിയ തിരിച്ചടി ഉണ്ടായി. കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോറ്റു, MK മുനീർ മങ്കടയിൽ തോറ്റു, മുഹമ്മദ് ബഷീർ തിരൂർ തോറ്റു, നാലകത്ത് സൂപ്പി പെരിന്തൽമണ്ണയിൽ മത്സരിക്കാഞ്ഞുകൊണ്ട് തോറ്റില്ല, അവിടെ ലീഗിൻ്റെ മറ്റേ സ്ഥാനാർത്ഥി തോറ്റു. ഇങ്ങനെ വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലീഗ് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഇവർക്ക് പൊതുവേ UDFന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അന്ന് ഡോക്ടർ MK മുനീറിനെ പൊന്നാനി പാർലമെൻറ്റ് സീറ്റിൽ മത്സരിപ്പിക്കാൻ ഒരു ആലോചനയുണ്ടായി.
മുനീറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് കേരളത്തിൽ നിൽക്കാനാണ് താല്പര്യം. കേന്ദ്രത്തിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ സമയത്ത് ഈ തീവ്രവാദികൾ, പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ സമ്മർദ്ദം ചെലുത്തി, ഒരു കാരണവശാലും MK മുനീറിനെ പൊന്നാനിയിൽ മത്സരിപ്പിക്കരുത്. മുനീറിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കി ഇയാൾ തോപ്പിക്കും. അങ്ങനെ ഈ തീവ്രവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് മുനീറിന് സീറ്റ് കൊടുക്കാറുണ്ട്. ഉർവശി ശാബ് ഉപകാരം പറഞ്ഞുകൊണ്ട് മുനീർ രക്ഷപ്പെട്ടു. മുനീർ പിന്നെ തെരഞ്ഞെടുപ്പ് നിയമസഭയ്ക്ക് മത്സരിക്കാൻ മന്ത്രിയാവാനൊക്കെ സാധിച്ചു. അങ്ങനെയാണ് മുഹമ്മദ് ബഷീർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അദ്ദേഹം തീവ്രവാദികൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ലീഗിനകത്ത് തന്നെ ഇതുപോലുള്ള പഠനപ്പിണക്കങ്ങളുണ്ട്. പിന്നെ മുസ്ലിം സംഘടനകളുടെ ഇടയിലും വിരുദ്ധാഭിപ്രായമുണ്ട്. മുജാഹിദുകാരുടെ അഭിപ്രായമല്ല സുന്നികളുടെ അഭിപ്രായം, EK സുന്നിയുടെ അഭിപ്രായമല്ല AP സുന്നിയുടെ അഭിപ്രായം. ഇതൊക്കെ പണ്ടത്തെക്കാളും ഈ വക ചേരിതിരിവുകൾ, വടംവലികൾ ഒക്കെ സമുദായത്തിനകത്ത് ശക്തമാണ്. ഇപ്പോൾ പുറമേ ഉള്ള ഒരാൾക്ക്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പുറമേ നോക്കിയാൽ എല്ലാവരും മുസ്ലിമായിട്ട് തോന്നും. മുസ്ലിം ലീഗ് PDP തമ്മിൽ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി SDPA തമ്മിൽ വ്യത്യാസം ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലായത് വരില്ല. മറിച്ച് ഇതിനകത്ത് പലതരത്തിലുള്ള ചേരികളുണ്ട്, ചേരിതിരിവുകളുണ്ട്, നേതാക്കന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഉണ്ട്. സൈദ്ധാന്തികമായിട്ടും അല്ലെങ്കിൽ പ്രസ്ഥാനപരമായിട്ടുമുള്ള ഉൾപ്പിരിവുകളും പിടിവലികളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനോട് എതിരുള്ള ആളുകളുണ്ട്, അദ്ദേഹത്തോട് ആനുകൂല്യമുള്ള ആളുകളുണ്ട്, ഇദ്ദേഹത്തെ നിർബന്ധമായിട്ട് തോൽപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ സമുദായത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കോ തോക്കുമോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ സ്വരാജ് ജയിക്കോ തോക്കോ എന്നുള്ളതല്ല. കേരള രാഷ്ട്രീയത്തിലേക്ക് ഇത് എത്ര വലിയ ആഘാതമാണ് ഏൽപ്പിക്കുക. കാരണം നിലമ്പൂരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വരുന്ന ആൾ ആര് തന്നെയായാലും, അത് PV അൻവർ ആയാൽ പോലും കേവലം 8 മാസം കൊണ്ട് അയാളുടെ നിയമസഭയിലെ കച്ചവടം കഴിയും. പിന്നെ തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ തുടക്കാൻ പോകുന്ന പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇതുപോലെയുള്ളൊരു സന്ദർഭം ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിലുണ്ടായത് കൃത്യം 10 കൊല്ലം മുമ്പാണ്. 10 കൊല്ലം മുമ്പ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ഓർമ്മയില്ല? അരുവിക്കരയിൽ G. കാർത്തികേയൻ മരിച്ചു, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി. മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി വളരെ പരിചയസമ്പന്നനായ M. വിജയകുമാറാണ്. BJP സ്ഥാനാർത്ഥി രാജഗോപാലാണ്. അന്ന് 3 പേരും ഒരേ സമുദായക്കാരാണ്. എന്നിട്ടും ഇതുപോലെ സാമുദായികമായി ചേരിയിട്ടുണ്ടായി. അതിന് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ ഉത്തരവാദികളാണ്. അവർ പറഞ്ഞത് അരുവിക്കരയിലെ യഥാർത്ഥ മത്സരം BJPയും UDF തമ്മിലാണ് എന്നാണ്. ആ ഒരു നറേറ്റീവ് ഭയങ്കരമായിട്ട് യേശി. അങ്ങനെ രാജഗോപാൽ വളരെയധികം വോട്ട് പിടിച്ചു, 30,000-ഓളം വോട്ട് പിടിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. വിജയകുമാറും രാജഗോപാലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ശബരിനാഥൻ വിജയിച്ചു. പക്ഷേ UDF ജയിച്ചപ്പോൾ തന്നെ UDFൻ്റെ തോൽവിയും സംഭവിച്ചു. കാരണം സാമുദായിക ധ്രുവീകരണം അതിന് മുമ്പ് തന്നെ ഉണ്ട്. ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനം അടക്കമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ധ്രുവീകരണമുണ്ട്. ആ ധ്രുവീകരണത്തെ ഭയാനകമായി ആളിക്കത്തിച്ചത് അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പാണ്. അരുവിക്കരയിൽ ശബരിനാഥൻ ജയിച്ചപ്പോൾ ആ നിയമസഭയിലേക്ക് UDF തോറ്റു. കാരണം അവിടെ നിന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സമത്വ മുന്നേറ്റ യാത്രയും നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യവും BDJS ഒക്കെ ഉണ്ടായത്. അപ്പോൾ BJPക്കാർക്ക് മനസ്സിലായി, മുറുക്കം പിടിച്ചാൽ നമുക്കിവിടെ ഒരു പിടിയുണ്ടാക്കാം എന്നവർക്ക് മനസ്സിലായി. അത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. കോൺഗ്രസ്സിനാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. ആ മണ്ഡലങ്ങളൊക്കെ വഴി എണ്ണി പറയാം. വൈക്കം, ഏറ്റുമാനൂർ, അതുപോലെ തൃപ്പൂണിത്തുറ, ഞാറക്കലിൻ്റെ പേര് ഇപ്പോൾ വൈപ്പിൻ എന്നാണ്. ഇങ്ങനെ കൊടുങ്ങല്ലൂർ, ചാലക്കുടി, മണലൂർ, കയ്പമംഗലം, ഗുരുവായൂർ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലെ വോട്ടെടുത്ത് നോക്കിയാൽ മതി. BDJSന് അല്ലെങ്കിൽ BJPക്ക് കിട്ടിയ വോട്ട്, അതിൻ്റെ ഉണ്ടായ വർധനവ്, എത്ര വലിയ വർധനവുണ്ട്. ആ വോട്ട് എവിടെ നിന്നാണ് പോയത്? ആ വോട്ട് പോയത് UDFയിൽ നിന്നാണ്. ആ വോട്ട് പോയത് കോൺഗ്രസിൽ നിന്നാണ്. അവിടെ BDJSൻ്റെ സ്ഥാനാർത്ഥിയില്ലായിരുന്നെങ്കിൽ KP ധനപാലൻ ജയിക്കുമായിരുന്നു കൊടുങ്ങല്ലൂർ. അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും സംഭവിച്ചത് തന്നെയാണ്. വടക്കം പറവൂർ മാത്രമാണ് മറിച്ചുണ്ടായത്. അവിടെ LDFയിൽ നിന്നാണ് കൂടുതൽ വോട്ട് പോയത്. ബാക്കി എല്ലാ സ്ഥലത്തും UDFൻ്റെ വോട്ടാണ് പോയത്. UDFൻ്റെ വോട്ട് ബേസ് കംപ്ലീറ്റ് ബാങ്ക്രപ്റ്റായി പോയത്, വോട്ട് ബാങ്ക് പൂട്ടി ലിക്വിഡേഷനായി പോയത് ആ തെരഞ്ഞെടുപ്പിലാണ്. കാരണം സാമുദായിക ധ്രുവീകരണമാണ്. അതിൻ്റെ തിരി കൊളുത്തിയത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ആളിക്കത്തിയത് അതിൽ നിന്നാണ്. അപ്പോൾ ഈ തീക്കൊള്ളി കൊണ്ടാണ് നമ്മുടെ സതീശൻ്റെ സംഘം ഇപ്പോൾ തലചൊറിയുന്നത്. സതീശൻ്റെ തലയിൽ മുടി കുറവായതുകൊണ്ട് തീ പിടിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഇങ്ങനെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുമ്പോൾ ഇനിയും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സ്ഥിതിയുണ്ട്. അത് വളരെ ആശങ്കാജനകമായിരിക്കും. ഇപ്പോഴത്തെ UDFിലെ പല സഖ്യകക്ഷികളും, അതായത് ലീഗിൻ്റെ കാര്യമാണെങ്കിൽ ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അവരെന്ത് ചെയ്യുമെന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. ഇനിയിപ്പോൾ അവർ നേരെ മറിച്ച് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുമോ?
പണ്ട് കുമാരനാശാൻ പറഞ്ഞില്ലേ, പാരതന്ത്ര്യം നിനക്ക് വിധി കൽപ്പിതമാണ് തായേ എന്ന് പറഞ്ഞത് പ്രതിപക്ഷം നിനക്ക് വിധി കൽപ്പിതമാണ് ഏ, കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി പറയാം. കുമാരനാശാൻ്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കട്ടെ. അല്ല, അതിനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഒരു ഒരു ഭാഗം ഇടതുപക്ഷത്തിനൊപ്പമുണ്ട്. അത് മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇടത് നേതാക്കൾ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടുപോയത്. അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു മനസ്സും ഇല്ലാതെ എങ്ങനെയും ഭരണത്തിലേക്ക് വരണം എന്ന ഒരു മനസ്ഥിതിയോടുകൂടി ഇങ്ങോട്ട് വരാനുള്ള വാതിലും തുറന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇടതിലെ ചില നേതാക്കൾ. അല്ല, അത് അടുത്ത ഘട്ടത്തിലേ ഉണ്ടാവുള്ളൂ. മൂന്നാമതും തോറ്റു കഴിഞ്ഞാൽ പിന്നെ ലീഗിന് വേറെ മാർഗ്ഗമില്ലാണ്ട് വരും. അതെ അതെ, ഭരണമില്ലാതെ എത്ര ആൾ അവർ പുറത്ത് നിൽക്കും? അത് ശരിയാണ്. അത് മുസ്ലിം ലീഗ് ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് മത്ത് പിടിച്ച പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് ഭരണമില്ലാതെ 15 കൊല്ലം പ്രതിപക്ഷത്തിരിക്കാൻ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. 10 കൊല്ലം തന്നെ അവർ വളരെ ബുദ്ധിമുട്ടി. പാർട്ടി എല്ലും തൊലിയുമായി. അപ്പോൾ ആ അവസ്ഥയിൽ ഇല പോയി തൊലി പോയി മുരടിച്ചൊരു ഇലവിനെ വലയം ചെയ്ത് അലയുന്ന ലതകൾ പോലെ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ അത് ഇനിയിപ്പോൾ ലതകളും കൂടി വാടിക്കരിഞ്ഞു പോകും എന്നുള്ളതാണ് 2026 സംഭവിക്കാൻ പോകുന്നത്. ഞാനിത് തമാശയായിട്ട് പറഞ്ഞല്ല, ഇതിനകത്ത് സീരിയസ് ആയിട്ടൊരു വിഷയമുണ്ട്. എന്താ വെച്ചാൽ ഈ സാമുദായിക ധ്രുവീകരണം ഒരു പരിധിവരെ BJP ഗുണം ചെയ്യും. അതാണ്. പക്ഷേ അതുകൊണ്ട് അവർ ജയിക്കില്ല. അവർക്ക് കാര്യമായ സീറ്റുകളൊന്നും കിട്ടില്ല. വല്ല 3-4 സീറ്റ് കിട്ടിയാത്രേ ഉള്ളൂ. പക്ഷേ ഈ ധ്രുവീകരണത്തിൻ്റെ ശരിക്കുള്ള ബെനിഫിഷ്യറി LDF ആയിരിക്കും. ഇപ്പോൾ LDF സർക്കാരിനെതിരായിട്ട് വലിയ ജനവികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുമുണ്ട്. അത് നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടു. പക്ഷേ ഇത് ന്യൂട്രലൈസ് ചെയ്യും. ഈ ഭരണവിരുദ്ധ വോട്ടുകൾ കുറേ BJPയിലേക്കും കുറേ കോൺഗ്രസ്സിലേക്കായിട്ട് പോകും. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വോട്ട് ബേസായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായം അവർ കോൺഗ്രസ്സിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ച് ആര്യൻ ഷൗക്കത്തിന് ജയിപ്പിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് പള്ളിമേടയിൽ ചെന്ന അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടും ഒക്കെ പറയാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ആട്ടില്ല. അവർ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് ചായയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടാലും വോട്ട് ചെയ്യാൻ കാലത്ത് അവരുടെ വോട്ട് കൈപ്പത്തിയിലേക്ക് പോവില്ല. അതുറപ്പാണ്. അവർ വെറും വിഡ്ഢികളൊന്നും അല്ലല്ലോ. ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെന്ന് വെച്ചാൽ നല്ല ബുദ്ധിയുള്ള ആളുകളാണ്. ബുദ്ധിയില്ലാത്ത ആളുകളൊന്നും വൈദികരായിട്ട് അവർ പട്ടം കൊടുക്കില്ല. അതിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരാണ് മെത്രാന്മാരായിട്ട് വരിക. അവരൊന്നും പറ്റിക്കാൻ പറ്റിയില്ല. നമ്മളെക്കാളിലൊക്കെ ഇരട്ടി ബുദ്ധിയുള്ള ആളുകളാണ് ഈ മതമേലധ്യക്ഷന്മാരായിട്ട് വരുന്നത്. അതിപ്പോൾ ലത്തീൻ സഭയിലായാലും ശരിയാണ്, സിറിയൻ സഭയിലാണെങ്കിലും ശരിയാണ്, ഓർത്തഡോക്സിലായാലും ജേക്കബിറ്റിലായാലും മാർത്തോമയിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആരെയും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഹമാസ് ഒരു വിഷയമാണ്, അവിടെ ജമാഅത്തെ ഇസ്ലാമി വിഷയമാണ്. യെസ്, അത് തീർച്ചയായിട്ടും വിഷയമായിട്ട് വരും. കാരണം അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം പോവുകയാണ്. അത് ഒട്ടും ആരോഗ്യപരവുമല്ല. ഈ ക്രിസ്ത്യൻ വോട്ടിൽ നല്ലൊരു ശതമാനം ഇനിയിപ്പോൾ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് എന്നും അങ്ങ് കാണുന്നുണ്ട് അല്ലേ? ക്രിസ്ത്യൻ വോട്ടിൽ ഗണ്യമായ ഭാഗം BJPയിലേക്ക് പോയില്ല. പക്ഷേ ചെറുതല്ലാത്ത ഒരു വിഭാഗം പോയാലും അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യും. ഇപ്പോൾ ഈഴവ വോട്ടുകൾ CPMനല്ല നഷ്ടപ്പെട്ടു, കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന ഒരു ചെറുതല്ലാത്ത ഒരു വിഭാഗം ഈഴവരുണ്ടായിരുന്നു. അവരങ്ങനെ കോൺഗ്രസ്സാന്ന് പറഞ്ഞ് നടന്നിരുന്നില്ല. പക്ഷേ ആ വോട്ട് BDJS വന്നപ്പോൾ BJPയുടെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഫലം ഗുണം കിട്ടിയത് ആർക്കാ? ഗുണം കിട്ടിയത് LDFനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. അതെ, ആ ഒരു ട്രെൻഡ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കഴിഞ്ഞ തവണ തന്നെ അകന്നു കഴിഞ്ഞു. അത് ഇത്തവണത്തോടുകൂടി പരിപൂർണ്ണമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ നടക്കുന്നതിനിടയിൽ വീണ്ടും പിണറായി അധികാരത്തിലേക്ക് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതാണ് നമ്മൾക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അല്ലേ? അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ തലയിലെടുത്ത് തലോടിയാൽ പോകില്ലല്ലോ. എന്തായാലും സഹിച്ചാൽ മതിയാവുള്ളൂ. അത് ശരിയാണ്, തീർച്ചയായിട്ടും. വളരെ 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 അങ്ങ് രസകരമായി പറഞ്ഞെങ്കിലും അത് കുറുക്കെ കൊള്ളുന്ന അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ UDFൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കൾ പണ്ടേ ചിന്തിക്കേണ്ട കാര്യം, അന്ന് നിങ്ങൾ അതിനെ അവഗണിച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിനെ ചില കാര്യങ്ങളെയൊക്കെ തന്നെ വഴിവിട്ട് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ നാളെ അത് നിങ്ങളുടെ സർവനാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നാണ് ഇവിടെ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ 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 പ്രസക്തമായ ഒരു നിരീക്ഷണമാണത്.
ഇനിയെങ്കിലും നിങ്ങൾ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിവിധി ചെയ്യുവാൻ തയ്യാറുണ്ടോ, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. കാരണം അത് നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊക്കെ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.